السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ പരിശുദ്ധ റമളാനിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ പഠനം ആരംഭിച്ച കിതാബുൽ കബായിർ എന്ന കിതാബ് വായിക്കുവാനും കേൾക്കുവാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുവാനും അതനുസരിച്ച് പ്രാവർത്തികമാക്കുവാനും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ അശ്ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബുൽ കബായിർ അഥവാ വൻപാപങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ എന്താണ് വൻപാപങ്ങളെന്നും ആ വൻപാപങ്ങൾ ഏതൊക്കെ രൂപത്തിലാണെന്നും വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് നമ്മൾ വായിച്ച കേട്ട അധ്യായം ഒന്നുകൂടി പറയട്ടെ. ആദ്യമായി അക്ബറുൽ കബായിർ അഥവാ ഏറ്റവും വലിയ വൻപാപത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ ഏറ്റവും വലിയ വൻപാപം അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചില പാപങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ആദ്യമായി അദ്ദേഹം ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന വൻപാപങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അഥവാ തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയാൽ ഹൃദയം കേടുവരുകയും അങ്ങനെ ഒരു മനുഷ്യൻ നശിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ആ വിഷയത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചിരുന്നു. പിന്നെ അദ്ദേഹം ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന, ഹൃദയങ്ങളെ പിടികൂടുന്ന വൻപാപങ്ങളാണ് ഓരോന്നും ഓരോ അധ്യായമായി എടുത്തു കൊടുത്തിട്ടുള്ളത്. ആദ്യമായി കിബറിനെക്കുറിച്ച്, അഹങ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അൽ ഉജുബ് അഥവാ സ്വന്തത്തെക്കുറിച്ച് അത്ഭുതം കൂറുക. ഒരാൾക്ക് താൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണ് എന്ന ചിന്തയുണ്ടാവുക. അതിനുശേഷം റിയാഇനെക്കുറിച്ചും സുമഅത്തിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അഥവാ ലോകമാന്യത, ആളുകളെ കാണിക്കുവാൻ ഇബാദത്ത് ചെയ്യുക, അതല്ലെങ്കിൽ ആളുകളുടെ പുകഴ്ത്തലും പ്രശംസയും കേൾക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇതെല്ലാം സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട, അകന്നു നിൽക്കേണ്ട ഗുരുതരമായ തിന്മകളാണ്. കാരണം ഈ പറഞ്ഞതൊക്കെ എന്താണ്? വൻപാപങ്ങളിൽപ്പെട്ടതാണ്. വൻപാപങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിനെ അത് തടയും. ചെറുപാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകാൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് 5 നേരത്തെ നിസ്കാരങ്ങൾ. അതുപോലെയുള്ള പല സന്ദർഭങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വൻപാപങ്ങളെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന ചെറിയ പാപങ്ങൾ വരെ പൊറുക്കപ്പെടുകയില്ല. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ഈ വായിച്ച അധ്യായങ്ങൾ പലതും, അതല്ലെങ്കിൽ ഏതാണ്ട് അതിലുള്ള എല്ലാം
വളരെ വേഗത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പിടികൂടുന്ന അപകടങ്ങളാണ്. അഹങ്കാരമാവട്ടെ, ഉജുബാവട്ടെ, ലോകമാന്യതയാവട്ടെ, ആളുകളുടെ പുകഴ്ത്തൽ, പ്രശംസ കേൾക്കാൻ ആഗ്രഹിക്കലാവട്ടെ, ഇതൊക്കെ സഹോദരങ്ങളെ വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കുക, ചിന്തിക്കുക. പാപങ്ങൾ പൊതുവെ നമ്മെ നശിപ്പിക്കും. അത് ചെറുതാവട്ടെ വലുതാവട്ടെ. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ ഒരു പാപത്തിൻ്റെ വലുപ്പത്തിലേക്കല്ല ഞാനും നിങ്ങളും നോക്കേണ്ടത്, മറിച്ച് ആരോടാണ് ആ പാപം ചെയ്യുന്നത്, ആരെയാണ് ധിക്കരിക്കുന്നത്, ആരോടാണ് ആ അനുസരണക്കേട് കാണിക്കുന്നത് എന്നതാണ് നമ്മെ ഭയപ്പെടുത്തേണ്ടത്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുക എന്നത് സാധാരണ ഒരു സൃഷ്ടിയോട് കാണിക്കുന്ന അനുസരണക്കേട് പോലെയല്ല, വളരെ ഗൗരവമാണ് എന്നത് ആവർത്തിച്ച് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അവനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 6-ാമത്തെ അധ്യായമായി അദ്ദേഹം പറഞ്ഞു, ബാബുൻ അൽ ഫറഹു. ബാബുൻ അൽ ഫറഹു. അൽ ഫറഹ് എന്ന് പറഞ്ഞാൽ സന്തോഷം, ആഹ്ലാദം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്ന അധ്യായം. ഫറഹ്, സന്തോഷം എന്നത് ഹൃദയത്തിലുണ്ടാവുന്ന പ്രവർത്തനമാണ്. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും, സങ്കടമുണ്ടാകും. ഹൃദയം അങ്ങനെയാണ്. ഈ രണ്ട് വികാരങ്ങളും മനുഷ്യന് ഉണ്ടാകുന്നത് അതിൻ്റെ ഉത്ഭവ കേന്ദ്രം ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നാണ് സന്തോഷമുണ്ടാകുന്നത്. അതേപോലെ ഹൃദയത്തിൽ നിന്നാണ് ദുഃഖം, സങ്കടം അതുപോലെയുള്ളത് ഉണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ ആക്ഷേപിച്ചു പറഞ്ഞ സന്തോഷത്തെക്കുറിച്ചാണ് ശൈഖ് ഇവിടെ വൻപാപങ്ങളിൽ എണ്ണിയിട്ടുള്ളത്. വഖൗലുല്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. തീർച്ചയായും അവൻ അവൻ്റെ കുടുംബത്തോടൊപ്പം, അവൻ്റെ ആളുകളോടൊപ്പം സന്തോഷത്തിലായിരുന്നു, ആഹ്ലാദത്തിലായിരുന്നു. ഈ ആയത്ത് പരലോകത്ത് എത്തിയ സത്യനിഷേധി ശിക്ഷ കാണുമ്പോൾ, ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ അവൻ്റെ വിലാപവുമായി ബന്ധപ്പെട്ട്, അവൻ്റെ അട്ടഹാസവുമായി ബന്ധപ്പെട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ച ആയത്താണ്. സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവിൽ അവൻ്റെ ആളുകളോടൊപ്പം സന്തോഷത്തിലായിരുന്നു, ആഹ്ലാദത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സന്തോഷം, ആഹ്ലാദം അതവന് പരലോകത്ത് ശിക്ഷയായി ഭവിക്കുകയുണ്ടായി. അദ്ദേഹം അടുത്തതായി പറഞ്ഞു, വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ. തീർച്ചയായും നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ദുനിയാവിൽ പേടിച്ച് ജീവിച്ചവരായിരുന്നു. ഈ പറഞ്ഞത് സത്യവിശ്വാസികളെക്കുറിച്ചാണ്, മുഅ്മിനീങ്ങളെക്കുറിച്ചാണ്. അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം ദുനിയാവിൽ അവരുടെ ജീവിതം ഭയപ്പാടോടുകൂടിയായിരിക്കും. വഖൗലുഹു തആല, അദ്ദേഹം അടുത്ത ആയത്തെടുത്തു കൊടുക്കുന്നു, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഉത്ബോധനം അതവർ മറന്നുപോവുകയുണ്ടായി. അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അങ്ങനെ വ്യാപൃതരായി കഴിഞ്ഞുകൂടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുകയുണ്ടായി. അങ്ങനെ അവർ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ജീവിക്കുകയാണ്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട്. അപ്പോഴതാ അള്ളാഹു പറയുന്നു, അഖദ്നാഹും ബഗ്തതൻ. ആ സമയത്ത് അവരെ നാം പൊടുന്നനെ പിടിക്കുകയുണ്ടായി. ഫഇദാ ഹും മുബ്ലിസൂൻ. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പിടുത്തം, ശിക്ഷ വന്നപ്പോൾ അവരതിൽ അകപ്പെട്ടുപോയി, രക്ഷപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ കുടുങ്ങിപ്പോയി.
ഈ 3 ആയത്തുകളാണ് ഷെയ്ഖ് റഹിമഹുല്ല ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ പറഞ്ഞ സന്ദർഭം, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം. സന്തോഷമെന്നത് 2 രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ സന്തോഷം പല രൂപത്തിലുണ്ട്. പ്രത്യേകിച്ച് 2 രൂപങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നാമത്തേത് തീർത്തും അല്ലാഹു ആക്ഷേപിച്ചു പറഞ്ഞതാണ്. തീർത്തും അല്ലാഹു ആക്ഷേപിച്ചു പറഞ്ഞ സന്തോഷമാണ്. അത് ഖാറൂനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണത്. സൂറത്തുൽ ഖസസിൽ നമുക്ക് കാണാം, അല്ലാഹു പറഞ്ഞു, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം. തീർച്ചയായും ഖാറൂൻ എന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാകുന്നു. അവൻ ബനൂ ഇസ്രായേലരോട് അതിക്രമം കാണിക്കുകയുണ്ടായി. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. അല്ലാഹു പറയുകയാണ്, അവന് നാം നൽകിയ നിധികൾ, സമ്പത്ത്, സമ്പാദ്യമെന്നത് നല്ല ശക്തന്മാരായ ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ താക്കോൽ അത് ചുമക്കാൻ മാത്രമുണ്ട്. ഖാറൂനിൻ്റെ ഖജനാവുകൾ ചുമക്കാൻ ശക്തന്മാരായ ഏതാനും ആളുകൾ ഉണ്ടായാൽ പോലും അതിന് മാത്രം മതിയാവാത്ത ഒരവസ്ഥയാണ്. തഫ്സീറുകളിൽ കാണാം, 60 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അവൻ്റെ സമ്പത്തിൻ്റെ, ഖജനാവിൻ്റെ, ആസ്തിയുടെ വലിപ്പമാണ്. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് നൽകുകയുണ്ടായി. അവൻ അല്ലാഹു നൽകിയ ആ സമ്പത്ത് കൊണ്ട്, ഈ പറഞ്ഞ നിധികൾ കൊണ്ട് ആളുകൾക്ക് നേരെ അഹങ്കാരത്തിൻ്റെ, അതിക്രമത്തിൻ്റെ സ്വഭാവമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ്. അവരിൽപ്പെട്ട അല്ലാഹുവിനെ ഭയക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ലാ തഫ്റഹ്, നീ ഇങ്ങനെ അമിതമായി സന്തോഷിക്കരുത്, നീ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി നിന്റെ സമ്പന്നതയുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ ആഹ്ലാദിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സന്തോഷിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ സന്തോഷം ഏതാണ്? അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അഹങ്കാരവും ധിക്കാരവുമായി കഴിഞ്ഞുകൂടുകയും അതിൻ്റെ പേരിൽ സന്തോഷം കാണുകയും ചെയ്ത ആളുകളെക്കുറിച്ചാണ് ആ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖാറൂനിനോട് കൂടെയുള്ള ആ സമൂഹത്തിലുള്ള ആളുകൾ പറഞ്ഞു, വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. നിനക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ട് നീ ദാറുൽ ആഖിറ അഥവാ പരലോക ഭവനം, പരലോകം അന്വേഷിച്ചു കൊള്ളുക. വലാ തൻസ നസീബക മിനദ് ദുനിയ. അതോടൊപ്പം ദുനിയാവ് നീ മറന്നു പോവുകയും ചെയ്യരുത്. അഥവാ ദുനിയാവിലുള്ള നിന്റെ ഓഹരി നീ സ്വീകരിക്കുക. അള്ളാഹു നൽകിയതുകൊണ്ട് ദുനിയാവിൽ അതനുഭവിച്ച് ജീവിച്ചു കൊള്ളുക. പക്ഷേ ആത്യന്തികമായി അതുകൊണ്ട് നീ നേടിയെടുക്കേണ്ടത് പരലോകമാണ്. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. അള്ളാഹു നിനക്ക് നന്മ ചെയ്തതുപോലെ നീയും നന്മ കാണിക്കുക, നല്ലത് ചെയ്യുക. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്. നീ ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഫസാദിൻ്റെ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ സഹോദരങ്ങളെ, ഇത്തരം ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയുള്ള സന്തോഷത്തിൻ്റെ ആളുകളെക്കുറിച്ച് ഫസാദിൻ്റെ ആളുകൾ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഫറഹ്, സന്തോഷമെന്നത് അങ്ങേയറ്റം നിന്ദ്യമായ വൻപാപങ്ങളിൽപ്പെട്ട വലിയ ഗുരുതരമായ അപകടമാണ്. നോക്കൂ, ഖാറൂനിനെ കുറിച്ച് അള്ളാഹു ശേഷം പറഞ്ഞതെന്താണ്? അവൻ്റെ ആ സന്തോഷത്തിന് അള്ളാഹു ദുനിയാവിൽ നൽകിയ ശിക്ഷ എന്താണ്? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അവനെയും അവൻ്റെ സാമ്രാജ്യത്തെയും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഖിയാമത്ത് നാൾ വരെ താഴോട്ട് താഴോട്ട് താഴോട്ട്
അവനങ്ങനെ ആണ്ടുപോകും എന്നതാണ്. രണ്ടാമത്തെ രൂപം, രണ്ടാമത്തെ ഒരു ഇനമെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയുണ്ടായി. അത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഫലമ്മാ നസൂ മാ ദുഃഖിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. അള്ളാഹു നൽകിയ ഉത്ബോധനം, അള്ളാഹുവിൻ്റെ നബിമാരെ അവർ ധിക്കരിച്ചു, നിഷേധിച്ചു, കളവാക്കി, ഉപദ്രവിച്ചു, പല രൂപത്തിലുള്ള ധിക്കാരങ്ങളും അവർ കാണിക്കുകയുണ്ടായി. എന്നാൽ അള്ളാഹു അവരെ പരീക്ഷിച്ചു. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. അവർക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുത്തു. ഈ ആയത്തിൽ സഹോദരങ്ങളെ വലിയ പാഠമുണ്ട്. നമ്മെ ഭയപ്പെടുത്തേണ്ട വാക്കാണിത്, അള്ളാഹുവിൻ്റെ ആയത്താണിത്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതോടൊപ്പം റബ്ബ് അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകുന്നത് എങ്കിൽ അത് ഇസ്തിദ്റാജാണ്. പടിപടിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ പിടിക്കാൻ വേണ്ടി അയച്ചുവിടുന്നതാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. അവരുടെ ധിക്കാരങ്ങൾക്ക് പകരം അള്ളാഹു പൊടുന്നനെ ശിക്ഷ നൽകിയില്ല, മറിച്ച് അള്ളാഹു അവർക്ക് അവസരം നൽകി. അവർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വാരി കോരി ചൊരിഞ്ഞുവെന്നാണ്. നോക്കൂ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. എല്ലാ അർത്ഥത്തിലും അവർക്ക് തുറന്നു കൊടുക്കുകയുണ്ടായി. ഇതിലാണ് പലരും വഞ്ചിതരായി പോവാറുള്ളത്. തിന്മകൾ, തോന്നിയവാസങ്ങൾ, ധിക്കാരങ്ങളുമായി ജീവിക്കുമ്പോഴും അവനവന് യാതൊരു പ്രയാസവുമില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് വഞ്ചനയിൽ അകപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണിത്. അള്ളാഹു പറഞ്ഞു നോക്കൂ, ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു. അവർക്ക് നൽകപ്പെട്ടതിൽ അവർ സന്തോഷിക്കുകയുണ്ടായി, അവർ ആഹ്ലാദിക്കുകയുണ്ടായി. അവർക്ക് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ വന്നു കിട്ടിയപ്പോൾ അവർ സന്തോഷിച്ചു, അവരതിൻ്റെ പേരിൽ ആഹ്ലാദിച്ചു. അള്ളാഹു പറയുന്നു, അഖദ്നാഹും ബഗ്തതൻ. അവർ ആഹ്ലാദത്തിൻ്റെ ഉച്ചിയിലെത്തിയപ്പോൾ, അവരുടെ കഴുത്ത് മുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ എന്ന് പറയാം, അള്ളാഹു റബ്ബുൽ ആലമീൻ പൊടുന്നനെ പിടിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, തിന്മകൾക്കുള്ള ദുനിയാവിലെ അനന്തരഫലത്തിൽപ്പെട്ടതാണിത്. തിന്മകൾ, പാപങ്ങൾ നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടണം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ നീട്ടി നൽകുന്നതിൽ നാം വഞ്ചിതരായി പോകരുത്. നമുക്ക് യാതൊരു കുറവും ദുനിയാവിൽ വരുന്നില്ല, ഒരു നഷ്ടവും പൊടുന്നനെ ബാധിക്കുന്നില്ല എന്നത് നമ്മെ വഞ്ചിതരാക്കി കളയരുത്. മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ പിടിക്കുമ്പോൾ പൊടുന്നനെയാണ് പിടിക്കുക. ആ പിടുത്തത്തിൽ ഫഇദാഹും മുബ്ലിസൂൻ, രക്ഷപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ അവർ ആ ശിക്ഷയിൽ അകപ്പെട്ടു പോവുക എന്നുള്ളതാണ്. ഈ രൂപത്തിലുള്ള സന്തോഷം അല്ലാഹു റബ്ബുൽ ആലമീൻ വിലക്കിയിട്ടുണ്ട്. വളരെ ഗുരുതരമായ വൻപാപങ്ങളിൽപ്പെട്ടതാണിത്. ഈ രണ്ട് ഇനങ്ങൾ പറഞ്ഞല്ലോ, ഈ രണ്ട് ഇനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി റബ്ബിന് നൽകിയത് ധിക്കാരവും നിഷേധവുമാണ്, എന്നിട്ട് സന്തോഷിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, കുഫാറുകൾ, നിരീശ്വരവാദികൾ, അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഹ്ലാദങ്ങളും അവരുടെ ദുനിയാവിലെ പളവളപ്പുകളും കണ്ട് നമ്മൾ വഞ്ചിതരായി പോകരുത്. യഥാർത്ഥത്തിൽ അവരുടെ സന്തോഷമെന്നത് നമ്മൾ ഈ പറഞ്ഞ ഖാറൂൻ സന്തോഷിച്ചതുപോലെയാണ്. ഖാറൂനിൻ്റെ സന്തോഷത്തിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹു അവനെ ദുനിയാവിൽ തന്നെ ആഴ്ത്തിക്കളഞ്ഞു, ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയുണ്ടായി. ദുനിയാവിൽ ഇഹലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോരുത്തർക്കുമുള്ള പാഠമായി നിശ്ചയിക്കുകയുണ്ടായി. അതുകൊണ്ടൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള, അള്ളാഹുവിനോട് എതിരു പ്രവർത്തിച്ചുകൊണ്ടുള്ള, ഈ ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു സന്തോഷം ഈ രൂപത്തിലുള്ള അപകടത്തിലേക്കാണ് അവനെ നയിക്കുക. രണ്ടാമത് പറഞ്ഞ ആയത്ത് നമ്മൾ നോക്കൂ, ഒരുപാട് വിശദീകരിച്ചു. അള്ളാഹു റബ്ബുൽ ആലമീൻ വാരി കോരി കൊടുത്തു. അതങ്ങനെയാണ്. ദുനിയാവിൽ
ഈ നിഷേധികളായ ആളുകൾക്ക് സൗകര്യങ്ങൾ ഉണ്ടായേക്കാം, അധികാരമുണ്ടായേക്കാം, ഒരുപാട് സമ്പത്തുണ്ടായേക്കാം, ആൾബലമുണ്ടായേക്കാം. സത്യവിശ്വാസികളായ ആളുകളെ ഉപദ്രവിച്ചും കുത്തിപ്പറഞ്ഞും അവരെ ജീവൻ ഹനിച്ചു കളഞ്ഞും പല രൂപത്തിൽ ഉപദ്രവിച്ച് സന്തോഷം കാണുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെയാണ്. അവർ അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരം നന്ദി കാണിക്കാതെ ധിക്കാരവും നിഷേധവും കാണിച്ചതിൻ്റെ ഫലമായി അല്ലാഹു അഖദ്നാഹും ബഗ്തതൻ, പൊടുന്നനെ പിടിക്കാൻ ബാക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് കണ്ട് നമ്മൾ വഞ്ചിതരായി പോവരുത് എന്നതാണ് സഹോദരങ്ങളെ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഷെയ്ഖ് റഹിമഹുല്ലാ ഉദ്ധരിച്ച 2 ആയത്തുകൾ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, തീർച്ചയായും അവർ അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തിലായിരുന്നു. നിഷേധികളെ കുറിച്ച് പറഞ്ഞതാണ്. അവർ ദുനിയാവിൽ സന്തോഷത്തിലായിരുന്നു, യാതൊരു പ്രശ്നവും അഭിമുഖീകരിക്കാത്ത രൂപത്തിൽ അവർ ചിരിച്ചും കളിച്ചും ആഹ്ലാദിച്ചും കഴിഞ്ഞുകൂടി. പരലോകത്തെത്തിയപ്പോൾ എന്തു സംഭവിച്ചു? എൻ്റെ നാശമേ, എൻ്റെ കഷ്ടമേ എന്ന് പറഞ്ഞു വിലപിക്കുകയുണ്ടായി. രണ്ടാമത്തെ വിഭാഗം നോക്കൂ, ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ, തീർച്ചയായും നാം നമ്മുടെ കുടുംബത്തോടൊപ്പം ഭയപ്പാടോടുകൂടി ജീവിച്ചവരായിരുന്നു. മുഅ്മിനീങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. സഹോദരങ്ങളെ, അള്ളാഹു വിലക്കിയ ആക്ഷേപ അർഹമായ 2 സന്തോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് ഖാറൂനിൻ്റെ സംഭവം പറഞ്ഞു. രണ്ടാമത്തത് അള്ളാഹു എല്ലാ നന്മകളും തുറന്നുകൊടുത്ത് പൊടുന്നനെ പിടിച്ച ആളുകളെക്കുറിച്ചും പറഞ്ഞു. ഇനിയൊരു സന്തോഷം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അള്ളാഹു കൽപ്പിച്ച, അള്ളാഹു പ്രശംസിച്ച സന്തോഷത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കാനുള്ളത്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ കിട്ടിയ ആളുകൾ അതിൻ്റെ പേരിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഖുൽ, നബിയെ പറയുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും കൊണ്ട് മാത്രമാണ് എന്ന് പറയുക. ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, ദുനിയാവിൽ എന്തൊക്കെ അവർ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടോ അതിനേക്കാളെല്ലാം ഉത്തമമാണ് ഈ പറഞ്ഞ കാര്യം. അള്ളാഹു സന്തോഷിക്കാൻ പറഞ്ഞു. ഇതേത് സന്തോഷമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാരുണ്യം, അവൻ്റെ ഔദാര്യം, അതിൻ്റെ പേരിൽ സന്തോഷിക്കാനാണ് പറഞ്ഞത്. അഥവാ അള്ളാഹു മുസ്ലിമീങ്ങളാക്കി എന്ന പേരിൽ സന്തോഷിക്കേണ്ടതുണ്ട്. അള്ളാഹു ഈ പരിശുദ്ധ ദീൻ അത് നൽകി എന്നതിൻ്റെ പേരിൽ സന്തോഷിക്കാനുണ്ട്. അള്ളാഹു അവൻ്റെ റസൂലിനെ അയച്ചു എന്നതിൽ സന്തോഷിക്കാനുണ്ട്. അള്ളാഹു കിതാബ് അവതരിപ്പിച്ചു തന്നു, അള്ളാഹുവിനനുസരിക്കാനുള്ള തൗഫീഖ് നൽകി. ഈ പറഞ്ഞതെല്ലാം സന്തോഷിക്കാൻ, ഇതിൻ്റെ പേരിലെല്ലാം സന്തോഷിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഈ സന്തോഷമാണ് മുഅ്മിനിനുള്ള സന്തോഷം. ഇത് നേരത്തെ പറഞ്ഞതുപോലെയല്ല. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയപ്പോൾ അതിന് പകരമായി റബ്ബിനുള്ള ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട സന്തോഷമാണിത്. ഇതല്ലാഹു കൽപ്പിച്ചതാണ് ഓരോ മുഅ്മിനിനോടും. ഈ സന്തോഷം ഒരിക്കലും അഹങ്കാരത്തിൻ്റെ സന്തോഷമല്ല. ഈ സന്തോഷം ഒരിക്കലും ധിക്കാരത്തിൻ്റെ സന്തോഷമല്ല. മറിച്ച് ഇത് ഇബാദത്തായ റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച സന്തോഷമാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് 2 ആഘോഷങ്ങൾ നിശ്ചയിച്ചു. ആഘോഷങ്ങൾ എന്നത് സന്തോഷിക്കാനുള്ളതാണ്. ഈ സന്തോഷിക്കാനുള്ള ആഘോഷങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് മുസ്ലിമീങ്ങളുടെ ആഘോഷം? 2 പെരുന്നാൾ, ചെറിയ പെരുന്നാൾ 1 മാസത്തെ റമളാൻ നോമ്പിന് ശേഷം അള്ളാഹു നിശ്ചയിച്ചതാണ്. വലിയ പെരുന്നാൾ ഹജ്ജുമായി ബന്ധപ്പെട്ട മഹത്തായ ഇബാദത്തുകൾക്ക് ശേഷം അള്ളാഹു നിശ്ചയിച്ച ആഘോഷമാണ്. ഈ 2 ആഘോഷ ദിവസങ്ങളിലും മുസ്ലിമീങ്ങളായ ആളുകൾ ആദ്യം ചെയ്യുക എന്താണ്? അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വന്നെത്തും. നിസ്കാരവും തക്ബീറും സ്വദഖയും നല്ല വാക്കുകളും പരസ്പരം പ്രാർത്ഥനകളും ഉദാരതയും
കൊണ്ട് സമൃദ്ധമാക്കും ആ ആഘോഷ ദിവസം. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകിയ സന്തോഷം ഈ രൂപത്തിലാണ്. അള്ളാഹുവിനുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ട് മാത്രമാണ് മുഅ്മിനീങ്ങൾക്കുള്ള സന്തോഷം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സന്തോഷം ഈ പറഞ്ഞതുപോലെയാണ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സന്തോഷമാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നത് എങ്കിൽ ഖാറൂനിനെയും അള്ളാഹു ശിക്ഷ നൽകിയ ആളുകളെക്കുറിച്ചുമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. പരിധി വിട്ട ആ രൂപത്തിലുള്ള ആഘോഷം, ആ രൂപത്തിലുള്ള സന്തോഷം എന്നത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകിയതല്ല, നിശ്ചയിച്ചതല്ല. ഇനി സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞ ആയത്തുകളിലേക്ക് മടങ്ങാം. ഷെയ്ഖ് റഹിമഹുല്ലാ തുടക്കത്തിൽ പറഞ്ഞ 2 ആയത്തുകൾ, ഒന്ന് കുഫാറുകളെ കുറിച്ചാണ്, രണ്ടാമത്തേത് മുസ്ലിമീങ്ങളെ കുറിച്ചാണ്. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, തീർച്ചയായും അവൻ അവൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തിലായിരുന്നു ദുനിയാവിൽ. ഈ ആയത്തിൻ്റെ തൊട്ടു മുന്നേ ഉള്ള ആയത്തുകൾ നമുക്ക് കാണാം. സൂറത്തുൽ ഇൻഷിഖാഖിലെ 10 മുതലുള്ള ആയത്തുകൾ. വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രിഹി, പരലോകത്ത് പിൻഭാഗത്തുകൂടി അതല്ലെങ്കിൽ ഇടതു കൈയിൽ തങ്ങളുടെ ഏടുകൾ ലഭിച്ച ആളുകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. പരലോകത്ത് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, വാക്കുകളാവട്ടെ പ്രവൃത്തികളാവട്ടെ, അത് രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ നാം കാണും. നമ്മുടെ കൈകളിൽ അള്ളാഹു നൽകും. ഒന്നല്ലെങ്കിൽ വലതു കൈയിലായിരിക്കും, അതല്ലെങ്കിൽ ഇടതു കൈയിൽ, അതല്ലെങ്കിൽ പിൻഭാഗത്തുകൂടി നൽകും. വലതു കൈയിൽ കിതാബ് ലഭിച്ച ആളുകൾ സന്തോഷത്തോടുകൂടി ആ കിതാബ് ഏറ്റുവാങ്ങും. എന്നാൽ ഇടതു കൈയിൽ ലഭിച്ച ആളുകൾ, അതല്ലെങ്കിൽ പിൻഭാഗത്തുകൂടി ലഭിച്ച ആളുകൾ, പിൻഭാഗത്തുകൂടി ലഭിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ വിലങ്ങ് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. കുറ്റവാളികളെ ഇരു കൈകളും പിന്നിൽ വെച്ച് വിലങ്ങ് വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതിനോടാണ് തഫ്സീറുകളിൽ മുഫസ്സിറുകൾ സാദൃശ്യപ്പെടുത്തിയത്. പരലോകത്ത് ആ രൂപത്തിൽ കൈകൾ വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭയാനകതയും ഭീകരതയും എന്തുമാത്രം വലുതാണ് എന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇടതു കൈയിൽ അതല്ലെങ്കിൽ പിൻഭാഗത്തുകൂടി കിതാബ് നൽകപ്പെട്ട ആളുകൾ ഫസൗഫ യദ്ഉ സുബൂറ, അവർ അട്ടഹസിക്കും, അവർ നിലവിളിക്കും, എൻ്റെ കഷ്ടമേ, എൻ്റെ നാശമേ എന്നു പറഞ്ഞവർ നിലവിളിക്കും. വയസ്ല സഈറ, അവർ കത്തിയെരിയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, ഈ ശിക്ഷ ഏറ്റുവാങ്ങിയവൻ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവൻ അവൻ്റെ കുടുംബത്തോടൊപ്പം അവൻ്റെ ആളുകളോടൊപ്പം സന്തോഷത്തിലായിരുന്നു. ഏത് സന്തോഷം? അള്ളാഹുവിനെ ധിക്കരിച്ച, അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹുവിൻ്റെ ദീൻ വലിച്ചെറിഞ്ഞ് നിഷേധിയായി ജീവിച്ചപ്പോൾ അവനുണ്ടായിരുന്ന സന്തോഷത്തിലായിരുന്നു. ഇന്നഹു ദന്ന അല്ലൻ യഹൂർ, തീർച്ചയായും അവൻ കരുതിയത് ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് ഇനൊരു ജീവിതമില്ല എന്നാണ്, ഒരു മടങ്ങിപ്പോക്കില്ല എന്നാണ്, ഇനൊരു തിരിച്ചുപോക്കില്ല എന്നാണ് അവൻ കരുതിയിരുന്നത്. അള്ളാഹു പറയുന്നു, ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, അതെ, അവൻ്റെ റബ്ബ് തൻ്റെ അടിമകൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി കണ്ടറിയുന്നവനാകുന്നു. അള്ളാഹു അലീമാൻ, എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു ഖബീറാണ്, സൂക്ഷ്മമായി നിരീക്ഷിച്ചറിയുന്നവനാണ്. നോക്കൂ, നിഷേധിയായ ഒരുവൻ പരലോകത്ത് അവൻ്റെ അവസ്ഥ ഇതാണ്. അവൻ ദുനിയാവിൽ സന്തോഷിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, സഹോദരങ്ങളെ, നിഷേധികളായ ആളുകളുടെ സന്തോഷം നമ്മെ വഞ്ചിതരാക്കി കളയരുത്. അവരുടെ സന്തോഷം എന്നത് നാളത്തെ അട്ടഹാസമാണ്. നാളത്തെ അട്ടഹാസമാണ് അവരുടെ ഇന്നത്തെ സന്തോഷം. അള്ളാഹുവിനെ നിഷേധിച്ച് ഈ ശരീഅത്ത് അംഗീകരിക്കാതെ നിഷേധികളായി, കാഫിറുകളായി, മുശ്രിക്കുകളായി, മതനിഷേധികളായി, ഇസ്ലാമിനെ വിമർശിച്ചും പരിഹസിച്ചും കളിയാക്കിയും മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചും നേടിയെടുത്ത സന്തോഷമെന്നത് ഫസൗഫ യദ്ഉ സുബൂറ, നാളെ എൻ്റെ നാശമേ, എൻ്റെ കഷ്ടമേ എന്ന് വിലപിക്കുന്ന ആ വിലാപത്തിൻ്റെ മുന്നോടിയായി ദുനിയാവിലുള്ള ഒരു സന്തോഷം മാത്രമാണ്. അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. അവൻ്റെ ശ്വാസം അതേ അവസ്ഥയിൽ നിലക്കലോടുകൂടി ഈ പറഞ്ഞ അട്ടഹാസത്തിലേക്ക് അവൻ ചെന്നു പതിക്കും.
ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്തതായി ഉദ്ധരിച്ച ആയത്ത് നോക്കൂ, സൂറത്തു തൂറിൽ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ, തീർച്ചയായും നാം നമ്മുടെ കുടുംബത്തോടൊപ്പം പേടിച്ച് ജീവിച്ചവരായിരുന്നു. ഇത് സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്. അവർ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകൾ ചെയ്യുന്നതോടൊപ്പം അവർ ഭയപ്പാടിലായിരിക്കും, അവർ പേടിയിലായിരിക്കും. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടതാണല്ലോ, തിരിച്ചു പോവേണ്ടതാണല്ലോ, മരിച്ചു പോവാനുള്ളതാണല്ലോ എന്ന ഭയപ്പാടിലായിരിക്കും. അള്ളാഹു ഈ ആയത്ത് പറയുന്നതിന് മുന്നേ സ്വർഗത്തിൽ പ്രവേശിച്ച സ്വർഗാവകാശികളായ ആളുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനു, ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, മുഅ്മിനുകൾ, വത്തബഅത്ഹും ദുർരിയ്യതുഹും ബിഈമാനിൻ, ഈമാൻ കൊണ്ട് അവരെ പിന്തുടർന്ന അവരുടെ സന്താനങ്ങൾ അഥവാ മുഅ്മിനീങ്ങളും അവരുടെ വിശ്വാസികളായ മക്കളും, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരുടെ സന്താനങ്ങളെ നാം സ്വർഗത്തിൽ അവരോടൊപ്പം പ്രവേശിപ്പിക്കും, ചേർത്ത് കൊടുക്കും. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഇൻ, പിതാവിൻ്റെ മാതാവിൻ്റെ അഥവാ ഉമ്മയുടെയും വാപ്പയുടെയും അത്രയും സൽക്കർമ്മങ്ങൾ മക്കൾക്കില്ല എങ്കിൽ കൂടി അള്ളാഹു ഔദാര്യമായി സത്യവിശ്വാസികളായ ആളുകൾക്ക് കൺകുളിർമയെന്നോണം അവരുടെ മക്കളെയും കൂടെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. കുല്ലുംരിഇം ബിമാ കസബ റഹീൻ, ഓരോ മനുഷ്യനും അവൻ സ്വരുക്കൂട്ടിയതിന് പണയപ്പെട്ടവനാകുന്നു, അവൻ പ്രവർത്തിച്ചതിന് പണയപ്പെട്ടവനാകുന്നു. അഥവാ ഓരോരുത്തരുടെയും പ്രവൃത്തി എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലം നൽകുക. അള്ളാഹു ഈ പറഞ്ഞ ആയത്ത് സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ആയത്താണ്. അള്ളാഹു മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവരുടെ സന്താനങ്ങളെയും മക്കളെയും കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. മക്കൾക്ക് നമ്മുടെ അത്ര അഥവാ മാതാപിതാക്കളുടെ അത്ര കർമ്മങ്ങളൊന്നും ഇല്ലെങ്കിലും ശരി, വിശ്വാസികളായ മാതാപിതാക്കളോടൊപ്പം വിശ്വാസത്തിൽ അവരെ പിന്തുടർന്ന സത്യവിശ്വാസികളായ മക്കളെയും അള്ളാഹു സ്വർഗത്തിൽ ചേർത്ത് കൊടുക്കും, സ്വർഗത്തിലേക്ക് അവരോടൊപ്പം അയക്കും എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവർക്ക് നാം സ്വർഗത്തിൽ കായ്കനികളും ഫലവർഗ്ഗങ്ങളും അതുപോലെ മാംസവും അഥവാ നല്ല ആസ്വാദകരമായ ഭക്ഷണം, വിഭവങ്ങൾ, അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നാം സ്വർഗത്തിൽ നൽകും. അള്ളാഹു റബ്ബുൽ ആലമീൻ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നൽകിയത്, എന്തുകൊണ്ടാണ് അള്ളാഹു ഈ പറഞ്ഞ സുഖസൗകര്യങ്ങൾ നൽകിയത് എന്ന് ചോദിക്കപ്പെടുമ്പോൾ അവർ പരസ്പരം പറയുന്നതാണ് മുഅ്മിനീങ്ങൾ എന്ത്, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ, നമ്മൾ ദുനിയാവിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചവരാണ്. ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് റബ്ബിനെ അനുസരിച്ച് അള്ളാഹുവിന് നന്ദി കാണിച്ച് അങ്ങനെ ജീവിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നൽകിയത് എന്നാണ്. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ മഹത്തരമായ കാര്യമാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് മതിമറന്ന് സന്തോഷത്തിൽ ജീവിച്ച് ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനേക്കാൾ എത്ര മഹത്തരമാണ് നോക്കൂ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. സ്വർഗത്തിൽ ഒരുപാട് സുഖങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അവർ പരസ്പരം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത് ലഭിച്ചത്, എന്താണ് ഇതിൻ്റെ കാരണം? അപ്പോൾ പറയുന്ന മറുപടി ഇതാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭയപ്പാടോടുകൂടി ജീവിച്ചതായിരുന്നു നമ്മൾ എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ആ ചരിത്രം ഓർക്കുന്നത് നന്നായിരിക്കും. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അധികാരം നൽകിയിട്ടുണ്ട്, സമ്പത്ത് നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അദ്ദേഹത്തിന് അള്ളാഹു അധികാരം നൽകിയിട്ടുണ്ട്, അദ്ദേഹത്തിന്
സമ്പത്തും സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബു സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ നിസ്കാരം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിസ്കാരമായിരുന്നു. മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിസ്കാരം എന്നത്, അദ്ദേഹം രാത്രിയുടെ പകുതി ഉറങ്ങും, എന്നിട്ട് 1/3 എഴുന്നേറ്റ് നിസ്കരിക്കും. സുദീർഘമായ നിസ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നോമ്പ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നോമ്പായിരുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? യസൂമു യൗമൻ വയുഫ്തിറു യൗമൻ. അദ്ദേഹം ഒരു ദിവസം നോമ്പെടുക്കും, അടുത്ത ദിവസം നോമ്പ് ഉപേക്ഷിക്കും. എന്ന് പറഞ്ഞാൽ വർഷം പകുതി അദ്ദേഹത്തിന് നോമ്പായിരിക്കും, പകുതി സാധാരണ അവസ്ഥയായിരിക്കും. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയപ്പോൾ അതിന് നന്ദിയുള്ള ഒരടിമയായി മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതായി കാണാം, അദ്ദേഹം കൈകൊണ്ട് അധ്വാനിച്ചിട്ടായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത്. അതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹം ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടും അള്ളാഹുവിനെ മറന്നില്ല. അതാണ് സഹോദരങ്ങളെ നമുക്കുള്ള ഗുണപാഠം, അതിലാണ് നമുക്ക് മാതൃക. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം വന്നു കിട്ടുമ്പോൾ അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതാണ് നമ്മുടെ നേതാക്കന്മാർ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക. അതാണ് സ്തുത്യർഹമായ കാര്യം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മനോഹരമായ അവസ്ഥ അതാണ് നമ്മൾ കേട്ട ആയത്തുകൾ. അള്ളാഹു നോക്കൂ, നിങ്ങൾ ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് സ്വർഗത്തിൽ നൽകിയ സുഖ സൗകര്യങ്ങളെക്കുറിച്ചാണ് സൂറത്തു തൂറിൽ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ സ്വർഗത്തിലാക്കും, അഥവാ ഈമാനുള്ള ആളുകളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ. കൂടാതെ അവർക്ക് സന്തോഷമെന്നോണം, അവർക്ക് കൺകുളിർമയെന്നോണം അള്ളാഹു ഔദാര്യമായി അവരുടെ മക്കളെ കൂടെ ചേർത്തു കൊടുക്കും. ഈമാനുള്ളവരായ മക്കൾ ഈ പറഞ്ഞ ആളുകൾ ചെയ്ത അത്രയും കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും, എന്നാൽ അതിനു പകരമായി അള്ളാഹു പറഞ്ഞു, നോക്കൂ, ഈ പിതാവിൻ്റെ മാതാവിൻ്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് അള്ളാഹു ഒന്നും കുറക്കുകയും ചെയ്യുകയില്ല. അവർക്ക് കിട്ടേണ്ട ഒരു പദവിയും അള്ളാഹു കുറച്ചു കളയുകയില്ല. പിന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിൽ പഴങ്ങളും മാംസവും അവർക്ക് നീട്ടി നൽകും. ഒരുപാട് ഭക്ഷണ വിഭവങ്ങൾ, സുഖ സൗകര്യങ്ങൾ നൽകുമെന്നാണ്. അവർക്ക് കുടിക്കാൻ എല്ലാ അർത്ഥത്തിലും. അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞതാണ് ഷെയ്ഖ് ഇവിടെ കൊടുത്ത ആയത്ത്, ഇന്നാ കുന്ന ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ. അതെ സഹോദരങ്ങളെ, ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ പരീക്ഷണ കേന്ദ്രത്തിൽ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലാണ് ജീവിക്കേണ്ടത്. മുഅ്മിനിന് സത്യവിശ്വാസികളല്ലാത്ത ആളുകൾ സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കാൻ സാധിക്കുകയില്ല. അതങ്ങനെ തന്നെയാണ്. അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവ് എന്നത് മുഅ്മിനിൻ്റെ ജയിലാണ്, കാഫിറിൻ്റെ സ്വർഗവുമാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ദുനിയാവ് എന്നത് മുഅ്മിനിന് ജയിലാണ്. അതെ, എല്ലാം കാണാനും കേൾക്കാനും പിടിക്കാനും എടുക്കാനും നടക്കാനും പാടുള്ളതല്ല, ജയിലിൽ അകപ്പെട്ടതുപോലെയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. കാഫിറിന് സ്വർഗമാണ്. എന്താണ് സ്വർഗത്തിലെ അവസ്ഥ? ഒരു നിബന്ധനകളുമില്ല. എന്തും ഏതും എടുക്കാം, ഭക്ഷിക്കാം, കൊടുക്കാം, വാങ്ങാം, എല്ലാം ചെയ്യാം. പക്ഷേ മരണാനന്തരം ഈ ദുനിയാവിലെ ജയിലിൽ കഴിഞ്ഞ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലാണ്. പിന്നെ അവന് യാതൊരു അതിർവരമ്പുകളുമില്ല. പിന്നെ എന്തും തിന്നാം, എന്തും കുടിക്കാം. ഒരു പ്രയാസമോ ദുഃഖമോ മോശമായ സംസാരങ്ങളോ ഒന്നും കേൾക്കേണ്ടി വരികയില്ല, കാണേണ്ടി വരികയില്ല. സന്തോഷം മാത്രമാണ്.
എന്നാൽ ദുനിയാവിൽ സന്തോഷത്തോടുകൂടി ജീവിച്ച, സ്വർഗമെന്ന രൂപത്തിൽ ജീവിച്ച കാഫിറിനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം അവൻ യഥാർത്ഥ ജയിലിലകപ്പെടുകയാണ്, നരകശിക്ഷയിലേക്ക് വീഴുകയാണ്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, ആ ശിക്ഷയിൽ നിന്ന് മോചിതനാവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു ആക്ഷേപിച്ച ഫറഹ്, സന്തോഷമെന്നത് അത് മുഅ്മിനിന് അനുയോജ്യമല്ല. എന്നാൽ അള്ളാഹു സന്തോഷിക്കാൻ പറഞ്ഞു, നിങ്ങൾ നോക്കൂ, റബ്ബിനുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അള്ളാഹു സന്തോഷിക്കാൻ പറഞ്ഞത് അള്ളാഹുവിനുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ സന്തോഷം മുഅ്മിനിന് അള്ളാഹു ദുനിയാവിൽ നൽകുന്ന സന്തോഷമാണ്. ആ സന്തോഷത്തിന് മാധുര്യമുണ്ട്, ഈമാനിൻ്റെ മാധുര്യം, ഈ ദീനിൻ്റെ മാധുര്യം, ഈ ദീനിലെ നിയമങ്ങൾ, അതിൻ്റെ മാധുര്യം, ഈ ദീനിലെ ആഘോഷങ്ങൾ, അതെല്ലാം മാധുര്യമുണ്ട്. ആ സന്തോഷം എന്നത് മഹത്തരമാണ്, അതിമനോഹരമാണ്. ആ സന്തോഷമാവട്ടെ മരണാനന്തരം വർദ്ധിക്കുകയാണ് ചെയ്യുക, അവസാനിക്കുന്നില്ല. എന്നാൽ നിഷേധികളായ ആളുകളുടെ സന്തോഷം എന്നത് അവൻ്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപിരിയലോടുകൂടി പിന്നെ തീരാ ദുഃഖത്തിലാണ്. പിന്നൊരിക്കലും അവൻ്റെ കണ്ണീര് വറ്റുകയില്ല, പിന്നൊരിക്കലും അവൻ്റെ ശിക്ഷ അവസാനിക്കുകയില്ല, പിന്നൊരിക്കലും അവൻ്റെ തൊലി കത്തിത്തീരുന്നത് നിൽക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനും നിങ്ങളും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ വിലക്കിയ സന്തോഷത്തിൽ അകപ്പെട്ട് വഞ്ചിതരാകുന്നതിൽ നിന്നും എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.